നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും ഈ വാരത്തെ ന്യൂസ് ബ്രോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ മയ്യ. ആദ്യമായി പ്രധാന അന്താരാഷ്ട്ര വാർത്തകൾ. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 4 വർഷത്തിനു ശേഷം രണ്ടാം തവണയും അധികാരത്തിൽ തിരിച്ചെത്തിയ ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്കൂറുകൾക്ക് ശേഷം മെക്സിക്കോയുമായുള്ള യുഎസിന്റെ തെക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെച്ചു. ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് H-1B വിദേശ തൊഴിലാളികളുടെ വിസയെക്കുറിച്ചുള്ള ചർച്ചയിലും പങ്കെടുത്തു. ആഗോള വ്യാപകമായി പണിമുടക്കി ChatGPT. ഓപ്പൺ എഐയുടെ API സർവീസ് കഴിഞ്ഞ ദിവസം നിശ്ചലമായതിന്റെ പശ്ചാത്തലത്തിൽ നിരവധി ഉപഭോക്താക്കളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഓപ്പൺ എഐയുടെ സേവനങ്ങൾ ഉപയോഗിക്കുന്ന പല വൻകിട കമ്പനികളെയും തകരാർ ബാധിച്ചിട്ടുണ്ട് എന്നുമാണ് അറിയുവാൻ കഴിയുന്നത്. ലോക സാമ്പത്തിക ഫോറത്തിൽ ഉൽപ്പാദക രംഗത്തെ ആഗോള പ്രമുഖർക്ക് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ US-ൽ നിർമ്മിക്കണമെന്നും അല്ലാത്തപക്ഷം ഉയർന്ന നികുതി നൽകേണ്ടി വരുമെന്നുമാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഭീഷണി. കാട്ടുതീ പടർന്നു പിടിക്കുന്നതിന് പിന്നാലെ ലോസ് ആഞ്ചലസിലും സമീപ പ്രദേശങ്ങളിലും കനത്ത മഞ്ഞുമഴയും ഉണ്ടായേക്കുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ജനുവരി ആദ്യം മുതൽ 5 കാട്ടുതീയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിനിടെ തീപിടുത്ത നാശനഷ്ടങ്ങൾ വിലയിരുത്തുവാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാലിഫോർണിയ സന്ദർശിച്ചിരുന്നു. അമേരിക്കയിലെ ജന്മാവകാശ പൗരത്വത്തിനുള്ള അവകാശം റദ്ദാക്കിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ സ്റ്റേ. സിയാറ്റിൻ ആസ്ഥാനമായുള്ള US ഡിസ്ട്രിക്ട് കോടതി ജഡ്ജിയാണ് എക്സിക്യൂട്ടീവ് ഉത്തരവ് നടപ്പാക്കുന്നത് തടഞ്ഞത്. 14 ദിവസത്തേക്ക് നടപടികൾ നിർത്തിവെക്കുവാനാണ് കോടതി നിർദ്ദേശം. അതോടൊപ്പം തീവ്രവാദികളെന്ന് സംശയിക്കുന്ന നിയമവിരുദ്ധ കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് ഭരണകൂടം US-ൽ നടപടി ആരംഭിച്ചു എന്നും അറിയുവാൻ കഴിയുന്നുണ്ട്. ഒറ്റ ഡോസ് മരുന്നുകൊണ്ട് സ്തനാർബുദം ഭേദമാക്കുവാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടി ശാസ്ത്രജ്ഞർ. ന്യൂയോർക്കിലെ ഇലിനോയി സർവകലാശാലയിലെ ഗവേഷകരാണ് സ്തനത്തിലെ ചെറിയ മുഴകൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന സിന്തറ്റിക് മോളിക്യൂൾ വികസിപ്പിച്ചത്. എലികളിൽ നടത്തിയ പരീക്ഷണത്തിൽ ഈ മരുന്നിന്റെ ഉപയോഗം വലിയ മുഴകളുടെ വലിപ്പം കുറയ്ക്കുന്നതായി കണ്ടെത്തിയെന്നും അർബുദ ചികിത്സയിൽ നാഴികക്കല്ലായേക്കാവുന്ന ഈ കണ്ടുപിടുത്തം പല ചികിത്സാ വെല്ലുവിളികൾക്കും പരിഹാരമാകുമെന്നും ആണ് ഗവേഷകർ പറയുന്നത്. വിവാദ ചൈനീസ് ആപ്പായ ടിക്ടോക്കിന്റെ പ്രവർത്തനം അമേരിക്കയിൽ നിലച്ചു. ഫെഡറൽ നിരോധനം പ്രാബല്യത്തിൽ വരുന്നതിന്റെ തൊട്ടുമുൻപാണ് ടിക്ടോക്ക് US-ൽ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നത്. ചൈനക്കാരല്ലാത്ത ഒരു ഉടമയ്ക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി അടച്ചുപൂട്ടുകയോ ചെയ്യണമെന്ന നിയമമാണ് US കോൺഗ്രസ് ഏപ്രിലിൽ പാസാക്കിയത്. ചൈനീസ് ഗവൺമെന്റ് ഈ ആപ്പ് ഉപയോഗിച്ച് അമേരിക്കൻ പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്നു എന്ന ആരോപണമായിരുന്നു ടിക്ടോക്കിനെതിരെ ആദ്യം ഉന്നയിക്കപ്പെട്ടത്. ഇന്ത്യൻ വാർത്തകൾ. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ട്രംപിനെ തന്റെ പ്രിയ സുഹൃത്തെന്ന് സംബോധന ചെയ്ത പ്രധാനമന്ത്രി മോദി അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി മോദിയുടെ പ്രത്യേക ദൂതനായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ പ്രതിനിധീകരിച്ചിരുന്നു. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ 2025 ജനുവരി 13 ആരംഭിച്ച മഹാകുംഭമേള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ്. കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മഹാകുംഭമേള ഫെബ്രുവരി 26 സമാപിക്കുന്നത്. രാജ്യം പരമാധികാര റിപ്പബ്ലിക്കായി മാറിയതിന്റെ ഓർമ്മ പുതുക്കലിൽ 76ാമത് റിപ്പബ്ലിക് ദിനം എല്ലാ സംസ്ഥാനങ്ങളിലും വിപുലമായി ആഘോഷിച്ചു. ഗോൾഡൻ ഇന്ത്യ ലെഗസി ആൻഡ് പ്രോഗ്രസ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത്. രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച ധീരരെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ച നിരവധി പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെയും ആയുധങ്ങളുടെയും പ്രദർശനമായിരുന്നു റിപ്പബ്ലിക് ഡേ പരേഡിലെ ഇത്തവണത്തെ ഹൈലൈറ്റ്. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി പതഞ്ജലി ഫുഡ് ലിമിറ്റഡ് പുറത്തിറക്കിയ മുളകുപൊടി വിപണിയിൽ നിന്ന് പിൻവലിക്കുവാൻ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ നിർദ്ദേശം. ഒരു പ്രത്യേക ബാച്ചിലെ മുളകുപൊടി വിപണിയിൽ നിന്ന് പൂർണ്ണമായും പിൻവലിക്കുവാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശിച്ചതായി പതഞ്ജലി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാബ രാംദേവ് നേതൃത്വം നൽകുന്ന പതഞ്ജലി ആയുർവേദ ഗ്രൂപ്പ് 1986 സ്ഥാപിതമായത്. ഓസ്ട്രേലിയൻ വാർത്തകൾ. ജനുവരി 26 ഓസ്ട്രേലിയ ദിനവും ഇന്ത്യൻ റിപ്പബ്ലിക് ദിനവും ഒരുപോലെ ആഘോഷിച്ച് ഓസ്ട്രേലിയൻ ജനത തങ്ങളുടെ ഒത്തൊരുമ ഉയർത്തിക്കാട്ടി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ നടന്നു. ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് സെറിമണി ചടങ്ങുകൾ കൂടാതെ ഇന്ത്യൻ കൂട്ടായ്മകൾ ഇന്ത്യയുടെ വൈവിധ്യമാർന്ന നൃത്തരൂപങ്ങളും ദേശീയ പതാക ഉയർത്തലും അടക്കമുള്ള ചടങ്ങുകൾ സംഘടിപ്പിച്ചാണ് തങ്ങളുടെ രാജ്യസ്നേഹം പ്രകടിപ്പിച്ചത്. അടിക്കടി മാറുന്ന പെട്രോൾ ഡീസൽ വിലയ്ക്ക് തടയിടുവാൻ വിക്ടോറിയൻ സർക്കാർ പുതിയ നിയമം കൊണ്ടുവരുന്നു. 24 മണിക്കൂർ നേരം ഒരേ വില ഉറപ്പാക്കുന്നതാണ് പുതിയ നിയമം. ഫെയർ ഫ്യുവൽ പ്ലാൻ എന്ന പേരിലാണ് സർക്കാർ ഈ നിയമം കൊണ്ടുവരുന്നത്.
ഓരോ ദിവസത്തെയും വില എന്തായിരിക്കുമെന്ന് മുൻകൂറായി തന്നെ പെട്രോൾ സ്റ്റേഷനുകൾ അറിയിക്കണമെന്നും നിയമത്തിൽ വ്യവസ്ഥ ഉണ്ടാകും. ഈ വർഷം അവസാനത്തോടെ നിയമം നടപ്പാക്കുവാനും സർവീസ് വിക്ടോറിയ ആപ്പിന്റെ ഭാഗമായി ഇത് ലഭ്യമാക്കുവാനുമാണ് ഗവൺമെന്റ് തീരുമാനം. 2025 ഓസ്ട്രേലിയൻ ഓഫ് ദി ഇയറായി മുൻകാല AFL കളിക്കാരനായ ഡാനിഹർ എയോ തിരഞ്ഞെടുക്കപ്പെട്ടു. 2013 മുതൽ മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന രോഗത്തിന് അടിമയായ ഡാനിഹർ വൈദ്യന്മാരുടെ പ്രവചനങ്ങളെ അതിജീവിച്ച് ഇന്നും ജീവിക്കുന്നു. ഒപ്പം MNT ബോധവൽക്കരണത്തിനായി തുടർച്ചയായി ധനശേഖരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. കായിക വാർത്തകൾ. ഓസ്ട്രേലിയൻ ഓപ്പൺ സ്ത്രീകളുടെ വിഭാഗത്തിലുള്ള ടെന്നീസ് മത്സരങ്ങൾ അവസാനിച്ചു. മെൽബൺ പാർക്കിലുള്ള റോഡ് ലേവർ അരീനയിൽ നടന്ന മത്സരത്തിൽ അമേരിക്കയുടെ മാഡിസൺ കീ അവരുടെ കായിക ജീവിതത്തിലെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം വിജയം കരസ്ഥമാക്കി. ഇതോടെ ഈ വാരത്തെ ന്യൂസ് ബ്രോഡ്കാസ്റ്റ് പൂർണ്ണമാകുന്നു. വാർത്തകൾ എഴുതി വായിച്ചതേമായ എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നമസ്കാരം.